Hi friends, welcome to Yuva's World. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഓർക്കിഡ് തൈകൾ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ പരിചരണത്തിൽ എങ്ങനെ നടാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓർക്കിഡിന് അധികം പരിചരണം കൊടുക്കാതെ തന്നെ നിറയെ പൂക്കളിടാനും കുറേ തൈകൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഈ രീതി കൊണ്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസറും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഓർക്കിഡ് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഓർക്കിഡ് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പൊതിമടലാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ തേങ്ങ പൊതിച്ച് കഴിയുമ്പോഴുള്ള ഔട്ടർ പാർട്ട്, എന്നിട്ട് അതിലേക്ക് കുറച്ച് ചകിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചകിരി ജസ്റ്റ് കീറി ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് അതിലേക്ക് കരിക്കട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർക്കിഡിന് നല്ലൊരു സംഭവമാണ് കരിക്കട്ട. അപ്പോൾ ഇത്രയും മാത്രം മതി നമുക്ക് ഓർക്കിഡ് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഓർക്കിഡ്. കുറച്ച് വലിയ പീസാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ആ മടലിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഓർക്കിഡ് പോട്ടിൽ ഇരുന്നിട്ട് നന്നാവുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പൂടുന്നതുകൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കിഡ് പോട്ടിനേലൊക്കെ ഏറ്റവും നല്ലത് ഇതുപോലെ മടലിൽ ചെയ്യുന്നതാണ്. അതിൻ്റെ വേര് മുഴുവൻ ഇതുപോലെ ഉള്ളിലേക്ക് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അതൊരു മരത്തിൽ വെച്ച് കെട്ടാണ്. അപ്പോൾ ഓർക്കിഡ് പോട്ടുകൾ ഉപയോഗിക്കാതെ ഇതുപോലെ മരത്തിൽ വെച്ച് കെട്ടുമ്പോഴുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് വളരെയധികം കുറവായിരിക്കും. കാരണം ഓർക്കിഡ് ആവശ്യത്തിനുള്ള ലവണങ്ങളും അതുപോലെ തന്നെ അതിന് വേണ്ടതൊക്കെ ആ മരത്തിൽ നിന്ന് വലിച്ചെടുത്തോളും. അതുപോലെ തന്നെ മരത്തിലേക്ക് വേര് പിടിച്ച് കഴിയുമ്പോൾ ആ പൊതിമടൽ തന്നെ ഈർന്ന് പോകും. ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ അത് പോകും. അപ്പോൾ നല്ലപോലെ നിങ്ങൾക്ക് വളരാനുള്ള ഒരു സ്പേസും കൂടി കിട്ടുകയാണ്. അപ്പോൾ നല്ലപോലെ പുതിയ തൈകൾ അതിൽ നിന്ന് പൊട്ടി ഉണ്ടാവുകയും നമുക്കത് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ഇതിപ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ ഓർക്കിഡ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സക്സസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും വീഡിയോ ഇടാം. അതുപോലെ തന്നെ ഇത് നമ്മൾ പൂക്കളൊക്കെ നിറയെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വളമാണ് കേട്ടോ. നല്ലതാണ്. നമുക്ക് ചെടികൾക്കൊക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പൂക്കളുണ്ടാവും. അപ്പോൾ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 50 ഗ്രാം വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിൻ്റെ പൾപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കുതിർത്ത് വെക്കുന്നത്. പിന്നെ 50 ഗ്രാം ശർക്കര വേണം. അത് ഒരു 2 കപ്പ് വെള്ളത്തിൽ നല്ലപോലെ ഉടച്ചിട്ട് അത് ഒഴിച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 കിലോ മുരിങ്ങയില ഇട്ട് കൊടുക്കുക. അതായത് ഒരു 4 ഹാൻഡ്ഫുൾ ഓഫ് മുരിങ്ങയില. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. പ്രാണികളൊക്കെ വരാതിരിക്കാനും അതുപോലെ തന്നെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവാനും കായ്കനികളൊക്കെ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. അപ്പോൾ 5 കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ നൈറ്റ് എടുത്തതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു 10 ദിവസം മൂടി വെക്കുക. 10 ദിവസം കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുത്തിട്ട് ചെടികൾക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതിപ്പോൾ സ്പ്രേ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഒഴിക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സ്പ്രേ ബോട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അരിച്ച് തന്നെ എടുക്കണം. പിന്നെ ഇതിൻ്റെ സ്മെല്ലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ മുളകിന് അതുപോലെ തന്നെ വെണ്ട, പയർ അതിനൊക്കെ ഡയറക്റ്റായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് ആ ഇലയൊക്കെ ജസ്റ്റ് കാണുന്നത്. ഇത് അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മെയിനായിട്ട് ഓർക്കിഡിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചെടികൾക്ക് തളിച്ച് കൊടുക്കേണ്ടത്. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.